എറണാകുളത്ത് KSRTC പ്രിയദർശിനി യാത്രയ്ക്കിടെ ഒരാൾക്ക് ആ യാത്രക്കാരന് നെഞ്ചുവേദന അനുഭവപ്പെട്ടു. ആ യാത്രക്കാരനെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ഉറപ്പാക്കിയ KSRTC ജീവനക്കാർ. ഇന്നലെ രാവിലെ മൂവാറ്റുപുഴയിൽ നിന്ന് കലൂരിലേക്ക് വന്ന ബസ്സിലെ യാത്രക്കാരനാണ് ഇങ്ങനെ ഒരു അസ്വസ്ഥതയുണ്ടാകുന്നത്. കാര്യത്തിന്റെ ഗൗരവം അത് കൃത്യമായി മനസ്സിലാക്കിയ ഡ്രൈവർ ബാബു പീറ്ററും കണ്ടക്ടർ എൽദോ വർഗീസും സമയം പാഴാക്കാതെ പെട്ടെന്ന് തന്നെ ആ ബസ് തൃക്കാക്കര സഹകരണ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പ്രദീപ് ജോസഫാണ് നമ്മുടെ കൂടെയുള്ളത്. പ്രദീപ്, ഇത് കേൾക്കുമ്പോൾ ആദ്യം പറയാം, പ്രിയദർശിനി ഒന്നും കൂടി പ്രിയപ്പെട്ടതാകുന്നു എന്നാണല്ലേ. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. ആ സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ട്, ആരാണ് എന്നറിയാത്ത ഒരുപാട് ആൾക്കാരായിരിക്കും നമ്മളോടൊപ്പം ഒക്കെ യാത്ര ചെയ്യുന്നത്. അവരും ആ ജീവനക്കാരും എല്ലാവരും കൂടെ ആ സമയത്ത് ഒത്തു നിന്നതുകൊണ്ടാണ് ആ ഒരു മനുഷ്യനെ ആശുപത്രിയിൽ എത്തിച്ചതും കൃത്യമായിട്ട് ചികിത്സ ഉറപ്പാക്കിയതും. ചുരുങ്ങിയ കാലം കൊണ്ട് വനിതാ യാത്രക്കാരുടെ ഹൃദയത്തിലേക്ക് ഓടിക്കേറിയ പ്രിയദർശിനി ബസ് സർവീസ് ഇന്നലെ ഒരു ജീവനും കൊണ്ടാണ് തൃക്കാക്കര സഹകരണ ആശുപത്രിയുടെ കോമ്പൗണ്ടിലേക്ക് ഓടിക്കേറിയത്. മൂവാറ്റുപുഴയിൽ നിന്ന് കിഴക്കമ്പലം കാക്കനാട് വഴി കലൂരിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സിലാണ് ഏതാണ്ട് ഒരു മധ്യവയസ്സ് പിന്നിടാറായ യാത്രക്കാരൻ കുഴിഞ്ഞു വീഴുന്നത് പോലെ അങ്ങേയറ്റം ക്ഷീണിച്ച് അവശനായത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ യാത്രക്കാർ ഇക്കാര്യം ഡ്രൈവറെയും കണ്ടക്ടറെയും അറിയിച്ചു. തോമസ് ബാബു എന്നാണ് ഈ യാത്രക്കാരൻ്റെ പേര്. ബാബു പീറ്റർ ആയിരുന്നു ഡ്രൈവർ. കണ്ടക്ടർ എൽദോസ് വർഗീസ്. ഇരുവരും ഒട്ടും സമയം കളയാതെ ബസ് നേരെ തൃക്കാക്കര സഹകരണ ആശുപത്രിയിലേക്ക് വിടുകയായിരുന്നു. കിഴക്കമ്പലം പിന്നിട്ട് ഏതാണ്ട് കാക്കനാട് എത്താൻ ഒരു 4-5 സ്റ്റോപ്പ് ബാക്കിയുള്ളപ്പോഴാണ് ഈ തെങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്ത് ബസ് എത്തിയപ്പോഴാണ് യാത്രക്കാരന് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടത്. അവിടുന്ന് പിന്നീട് ഈ 4-5 സ്റ്റോപ്പിലെ യാത്രക്കാരെയൊക്കെ ഒഴിവാക്കി ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി പ്രിയദർശിനി ആശുപത്രി ലക്ഷ്യമാക്കി പായുകയായിരുന്നു. ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് രാവിലെ സമയം കൂടിയാണല്ലോ, പതിവ് യാത്രക്കാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഈ ബസ്സിലെ പതിവ് യാത്രക്കാരനായ ഒരു സ്വകാര്യ ആശുപത്രിയുടെ HR വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ദീപു എന്ന് പറയുന്ന ആൾ പറഞ്ഞു, മറ്റ് യാത്രക്കാരോ ജീവനക്കാരോ ഒന്നും കാത്തു നിൽക്കേണ്ട, താൻ സഹായത്തിൽ നിന്നുള്ള മറ്റാരുടെയും സമയം കളയേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം മുന്നോട്ട് വന്നു. അങ്ങനെ അദ്ദേഹത്തെ ഈ രോഗിയെ ഏൽപ്പിച്ച് ബസ് വീണ്ടും കലൂരിലേക്ക് യാത്ര തുടർന്നു. യാത്രക്കാരൻ സുഖം പ്രാപിച്ചു വരുന്നു. എന്തായിരുന്നാലും പലയിടത്തും ഇപ്പോൾ നമ്മൾ ഇത്തരം വാർത്തകൾ കേൾക്കാറുണ്ട്. ബസ് ജീവനക്കാർ പലപ്പോഴും അവർക്കെതിരെ ഒരുപാട് വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ടെങ്കിൽ പോലും പലപ്പോഴും നന്മയുടെ രൂപങ്ങളായി അവർ മാറാറുണ്ട്. അങ്ങനെ യാത്രക്കാരൻ്റെ ജീവൻ രക്ഷിക്കാൻ ആശുപത്രി മുറ്റത്തേക്ക് ഓടിച്ചു കയറ്റിയ മൂവാറ്റുപുഴയിലെ പ്രിയദർശിനിയുടെ നല്ല വാർത്തയാണ് ഇന്ന് നൽകാനുള്ളത്. അതിന് മുൻകൈയെടുത്ത ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ഫോട്ടോകളാണ് ഒരു അഭിനന്ദനം എന്നുള്ള രീതിയിൽ നമ്മൾ നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് അവരെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നുമുണ്ട്. ഇപ്പോൾ പ്രദീപ് പറഞ്ഞതുപോലെ തന്നെ പല സമയത്ത് ഇങ്ങനെ പലയിടങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള വിവരങ്ങളുണ്ട്. ഇതേ തത്സമയം റിപ്പോർട്ടിൽ നമ്മൾ ഇതേപോലെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ നല്ല വാർത്തകൾ ഒരേ രീതിയിൽ തന്നെ വീണ്ടും വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും സംസാരിക്കുന്നത് എന്താണ് തെറ്റെന്നല്ലേ. ഇപ്പോൾ സ്വന്തം കാര്യം മാത്രം നോക്കി പോകാതെ മുഖം തിരിക്കാതെ ഇവരോടൊക്കെ ചേർന്ന് ആ സമയത്ത് എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നതുകൊണ്ടാണ് ഇങ്ങനെ ആ ജീവനൊക്കെ തിരികെ പിടിക്കാൻ പറ്റിയതും.